ഇവിടെ അള്ളാഹുവിനെ വക്കീലാക്കുക. അതാണ് ഇവിടെ പറയുന്ന സാങ്കേതികമായ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള തവക്കുൽ എന്ന് പറയുമ്പോൾ കാര്യങ്ങളൊക്കെ അള്ളാഹുവിനെ ഏൽപ്പിക്കുക, ഫലമേൽപ്പിക്കുക. തവക്കൽത്തുലല്ലാ എന്ന് പറയുന്ന എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ റബ്ബിനെ ഏൽപ്പിച്ചു, അതും ഏൽപ്പിക്കലാണ്. മറ്റത് മനുഷ്യന്മാർ പരസ്പരം ഏൽപ്പിക്കലാണെങ്കിൽ ഇത് സൃഷ്ടാവിൽ എല്ലാ കാര്യവും ഒരാൾ അർപ്പിക്കുന്നു, എല്ലാം ഏൽപ്പിക്കുക. അതാണ് തവക്കുൽ. തവക്കൽ എന്നല്ല, തവക്കുൽ എന്നാണ്. തവക്കുൽ നമ്മുടെ ഹെഡിങ് അങ്ങനെ തന്നെയാണ്. തവക്കൽ എന്ന് പലരും തെറ്റിപ്പറയാറുണ്ട്. തവക്കുൽ എന്നാണ് വാക്ക് വരാം. തവക്കുൽ ശരിക്ക് മസ്തർ, അതിൽ ക്രിയാധാതുവാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കൽ എന്നാണ് നേരെ വാക്കർത്ഥം. തവക്കുൽ എന്ന് പറഞ്ഞാൽ ഭരമേൽപ്പിക്കൽ എന്നർത്ഥം വരും. അതിലെ മാലി വരിക തവക്കല, ഭരമേൽപ്പിച്ചു. തവക്കല ഭരമേൽപ്പിച്ചു. തവക്കല യതവക്കലു തവക്കുൽ. തവക്കൽ എന്ന് പറഞ്ഞാൽ അത് കൽപ്പനാക്രിയയാണ്. തവക്കൽ നീ ഭരമേൽപ്പിക്കുക എന്നാണ് തവക്കൽ എന്ന് പറയുമ്പോൾ അർത്ഥം വരിക. നീ ഭരമേൽപ്പിക്കുമ്പോൾ സാധാരണ പല ആളും മലയാളത്തിൽ എഴുതിക്കുമ്പോൾ ഇത് ശ്രദ്ധിക്കുന്നില്ല. ഇപ്പോൾ ഹോട്ടൽ തവക്കൽ എന്നൊക്കെ പറഞ്ഞാൽ തവക്കൽ അവിടെ എഴുതേണ്ടത് തവക്കുലിനാണ്. തവക്കുൽ ഭരമേൽപ്പിക്കൽ എന്നാണ് അവിടെ അർത്ഥം വരിക. മറ്റത് കൽപ്പനാക്രിയായിട്ട് വരും. തവക്കൽ നീ ഭരമേൽപ്പിക്കുക എന്ന് കൽപ്പനാക്രിയായിട്ടാണ് തവക്കൽ എന്ന പദം വരിക. അപ്പം തവക്കുൽ എന്നാണ് നമ്മുടെ പദം. ഭരമേൽപ്പിക്കുക, കാര്യങ്ങളൊക്കെ റബ്ബിൽ ഏൽപ്പിക്കുക. അത് അള്ളാഹു തആല ദുനിയാവിൽ ഒരുപാട് കാര്യങ്ങൾ നടപ്പാക്കുന്നുണ്ട്. ദുനിയാവ് മൊത്തം അള്ളാഹുവിൻ്റെ സൃഷ്ടിയാണ്, അവൻ്റെ നിയന്ത്രണത്തിലാണ്. ഇവിടുത്തെ മുഴുവൻ കാര്യങ്ങളും റഹ്മാനായ റബ്ബാണ് നിയന്ത്രിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നത്. അതിനും ചില സബബുകൾ, അസ്ബാബുകളുമായി അള്ളാഹു അതിനെ കണക്ട് ചെയ്തു എന്ന് മാത്രം. ചില കാര്യം നടക്കാൻ റബ്ബ് ചില സംവിധാനങ്ങൾ ഒരുക്കി വെച്ചു. ആ സംവിധാനങ്ങളുമായി ഇടപഴകാനാണ് അള്ളാഹു മനുഷ്യന്മാരെയും മറ്റു ഇതര ജീവികളെയും എല്ലാം റബ്ബ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഈ അസ്ബാബുകൾ ഒരിക്കലും ഈ സംവിധാനങ്ങളുമായി ഇടപെട്ടതുകൊണ്ട് മാത്രം കാര്യമുണ്ടാകണം എന്നില്ല. നമ്മൾ പലപ്പോഴും നമ്മൾ ക്ലാസ് പറഞ്ഞ ഭാഗമാണത്. ഉദാഹരണമായി രോഗം മാറുക അതൊരു കാര്യമാണ്. രോഗം മാറ്റുന്നവൻ അള്ളാഹുവാണ്. ഡോക്ടറുടെ പണി രോഗം മാറ്റതല്ല, മരുന്നിൻ്റെ പണി രോഗം മാറ്റതല്ല. രോഗം മാറ്റുന്നവൻ അള്ളയാണ്. അല്ലാഹുമ്മ ശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക. ശിഫ നൽകുന്ന അള്ളാഹു മാത്രം, അബ്ബല്ലാത്ത ഷാഫി ഇല്ല. എങ്കിലും മരുന്നിൻ്റെ ഒരു റോൾ എന്താണ്, ഡോക്ടറുടെ റോൾ എന്താണ്? അവിടെയാണ് അള്ളാഹു തആല സബബാക്കി വെച്ചത്. രോഗം മാറാൻ അള്ളാഹു തആല വ്യത്യസ്തങ്ങളായ സബബുകളെ നിശ്ചയിച്ചിട്ടുണ്ടാവും. രോഗം വരാനും വ്യത്യസ്തമായ സബബുകളെ നിശ്ചയിച്ചിട്ടുണ്ടാവും. അവർക്ക് രോഗം വന്നു, എന്തുകൊണ്ട്? പല കാരണങ്ങളാൽ. രോഗം നൽകുന്നവനാരാ? അള്ളാഹു തആല. രോഗം നൽകുന്നവൻ അള്ളാഹു തആല. രോഗമുണ്ടാവുക എന്ന കാര്യത്തെ അള്ളാഹു തആല വ്യത്യസ്ത കാരണങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗം നമ്മൾ മനസ്സിലാക്കാൻ പോയി ചിലപ്പോഴാണ് സൂഫികൾക്കൊക്കെ തെറ്റിപ്പോയത്. തവക്കുൽ വിഷയത്തിൽ സൂഫികൾക്ക് തെറ്റുപറ്റി. ഗസാലിയാണ് ആ വിഷയത്തിൽ ഒരു പുതിയ നയം ലോകത്ത് അവതരിപ്പിച്ചത്. തവക്കുലിന് അഹ്ലുസുന്ന സ്വീകരിച്ചു പോകുന്ന നയമല്ലാത്ത നയം ഗസാലി ഇമാം കൊണ്ടുവരികയും പിന്നീട് ഗസാലിക്ക് ശേഷം സൂഫികൾ വ്യാപകമായി അത് തവക്കുലാക്കി മനസ്സിലാക്കുകയും സുഹദ് എന്നതിൻ്റെ ആശയം പോലും മാറ്റിമറിക്കപ്പെടുകയും ചെയ്തു. ശൈഖ് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതിനെ കൃത്യമായി പൊളിക്കുകയും ആ വിഷയത്തിൽ മാത്രം അദ്ദേഹം കിതാബ് എഴുതുകയും ചെയ്തു. അത്തവക്കുലു ഇൻദൽ ഗസാലി എന്ന് പറഞ്ഞുകൊണ്ട് അൽ യഖീനു വത്തവക്കുലു ഇൻദൽ ഗസാലി, ഗസാലിയുടെ അഭിപ്രായത്തിലുള്ള യഖീനും തവക്കുലും എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ കിതാബ് എഴുതുകയും ഗസാലിക്ക് അതിൽ തെറ്റുപറ്റിയെന്ന് അദ്ദേഹം സ്ഥാപിക്കുകയും ഗസാലിക്ക് പറ്റിയ അബദ്ധം എന്താണ് എന്ന് വളരെ കൃത്യമായി കാര്യകാരണ സഹിതം ഇബ്നു തൈമിയ്യ സ്ഥാപിക്കുകയും ഖുർആൻ ഹദീസും പഠിപ്പിക്കുന്ന തവക്കുൽ എന്താണ്, അഹ്ലുസുന്ന സ്വീകരിച്ച തവക്കുൽ എന്താണ് എന്ന് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അതിൽ കൃത്യമായി പഠിപ്പിക്കുകയും ചെയ്യുന്നു. ആ വഴി സ്വീകരിച്ചുകൊണ്ട് ഇബ്നു ഖയ്യിം റഹിമഹുല്ലയും അതേ വിശദീകരണം പിന്നീട് നൽകുകയും ചെയ്യുന്നുണ്ട്. അവിടുന്നാണ് രോഗം വന്നാൽ മരുന്ന് കഴിക്കേണ്ട ആവശ്യമില്ല, അത് തവക്കുലാക്കിയാൽ മതി എന്ന് പറഞ്ഞുള്ള രീതിയൊക്കെ വന്നത് ആ ഗസാലി കൊണ്ടുവന്ന തെറ്റായ തവക്കുലിൽ നിന്നാണ്. അസ്ബാബുകൾ ഒഴിവാക്കൽ തവക്കുലായിട്ടാണ് സൂഫികൾ മനസ്സിലാക്കിയത്. എന്നാൽ അസ്ബാബുകൾ സ്വീകരിക്കൽ തവക്കുലിൻ്റെ ഭാഗമാണ്. അസ്ബാബ് ഒഴിവാക്കൽ തവക്കുലല്ല, അസ്ബാബ് സ്വീകരിക്കൽ തവക്കുലിന് എതിരുമല്ല. അസ്ബാബ് സ്വീകരിക്കലാണ് യഥാർത്ഥത്തിൽ തവക്കുലിൻ്റെ പൂർണ്ണത. അല്ലാഹ് നോക്കിക്കോളും എന്ന് നമ്മളൊന്നും ചെയ്യാതിരിക്കുക തവക്കുലല്ല, അത് റബ്ബിൻ്റെ സംവിധാനത്തെ ഉപയോഗപ്പെടുത്താതിരിക്കലാണ്.
അത് പിന്നെ ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിൻ്റെ അൽ ജവാബുൽ കാഫി എന്ന ഗ്രന്ഥത്തിൽ വളരെ വിശദമായി ഇതിനെപ്പറ്റി പഠിപ്പിക്കുന്നുണ്ട്. അൽ ജവാബുൽ കാഫി എന്നാൽ പിന്നെ മരുന്നിനെ പറ്റിയുള്ള കിതാബാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ അദ്ദേഹത്തിന് ഒരു കത്തെഴുതിയാണ്, സുഖമില്ലാതായപ്പോൾ രോഗവുമായി ബന്ധപ്പെട്ട് ചില ഉപദേശങ്ങൾ നൽകണം, ചികിത്സ നിർദ്ദേശം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്നു ഖയ്യിമിന് അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് കത്തയക്കുകയാണ്. ആ കത്തിന് ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് മറുപടി അയച്ചു. ആ മറുപടിയാണ് ഈ കിതാബ് അൽ ജവാബുൽ കാഫി എന്ന കിതാബ്. ആ കത്തിനയച്ച മറുപടി 100 പേജുണ്ട്. അപ്പോൾ എന്താണ് രോഗം, എങ്ങനെ രോഗം ഉണ്ടാകണത്, അതെങ്ങനെ ശിഫയാകണത്, അത് അള്ളാഹ് വെച്ച സംവിധാനം എന്താണ്, ചികിത്സിക്കാൻ നിർബന്ധമുണ്ടോ ഇല്ലേ, ചികിത്സിക്കുകയാണെങ്കിൽ എന്തെല്ലാം ശ്രദ്ധിക്കണം തുടങ്ങി എല്ലാ വശങ്ങളെയും പ്രതിപാദിച്ചുകൊണ്ട് അദ്ദേഹം ആ കത്തിന് മറുപടി അയച്ചു. അതാണ് ഒരു കിതാബായിട്ട് പിന്നീട് സമൂഹത്തിന് കിട്ടിയത്. മാത്രം തിബ്ബുൻ നബവി എന്ന പേരിൽ ഇബ്നു ഖയ്യിമിന് മറ്റു കിതാബുമുണ്ട്, പ്രവാചക വൈദ്യം എന്ന പേരിൽ ഹദീസിൽ വന്ന ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കാൻ പറഞ്ഞ പച്ചക്കറികൾ, അതേപോലെയുള്ള വ്യത്യസ്തങ്ങളായ രീതികൾ അതെല്ലാം പ്രതിപാദിക്കുന്ന ഗ്രന്ഥം ഇബ്നു ഖയ്യിം പ്രത്യേകമായ ആ വിഷയത്തിൽ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ അതിലൊക്കെ അവർ പ്രതിപാദിച്ച ഒന്ന് തവക്കുലിൻ്റെ ഈ ഒരു വശമാണ്. അസ്ബാബുകൾ, അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥകൾ, കാര്യകാരണ ബന്ധങ്ങൾ. ഇപ്പം രോഗമുണ്ടാവാൻ അള്ളാഹു തആല ഒരു കാരണവുമായി ബന്ധിപ്പിച്ച്, വ്യത്യസ്ത കാരണങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാവും. ഒരാൾക്ക് രോഗം വന്നു, എന്തുകൊണ്ട്? അള്ളാഹു നിശ്ചയിച്ച വ്യത്യസ്തങ്ങളായ കാരണങ്ങളുണ്ടാവും. ചില കാരണങ്ങൾ നമുക്ക് മനസ്സിലാവും, ചില കാരണങ്ങൾ നമുക്ക് മനസ്സിലാവുകയില്ല. അപ്പോൾ രോഗം വന്ന് നമ്മൾ ഡോക്ടർക്ക് പോയി, ഒരു അലോപ്പതി ആണെങ്കിൽ ഒരു എക്സ്റേ എടുത്ത് സ്കാൻ ചെയ്ത് അല്ലെങ്കിൽ മറ്റു ടെസ്റ്റുകൾ നടത്തി എന്നിട്ട് പറയും ഇന്ന പ്രശ്നങ്ങളെ വയറ്റിനുള്ളിലുണ്ട്, അതാണ് ഈ രോഗത്തിൻ്റെ കാരണം. ആയിരിക്കാം, ഒരു കാരണമായിരിക്കാം. അപ്പോൾ ആ പ്രശ്നം പരിഹരിക്കുന്നതോടുകൂടി ആ രോഗം സുഖപ്പെടും. അപ്പോൾ അവിടെ രോഗം വരാൻ അള്ളാഹ് നിശ്ചയിച്ചൊരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥ മനസ്സിലാക്കി, അപ്പം ആ വ്യവസ്ഥയിൽ വന്ന സിസ്റ്റത്തിലുള്ള പ്രശ്നം എന്താണോ അത് പരിഹരിക്കാൻ അള്ളാഹ് വെച്ച വേറെ വ്യവസ്ഥ ഉണ്ട്. ഇപ്പോൾ ചിലപ്പോൾ മരുന്ന് കുടിക്കുക വ്യവസ്ഥയാണ്, ഓപ്പറേഷൻ ചെയ്യുക ഒരു വ്യവസ്ഥയാണ്, മറ്റെന്തെങ്കിലും സംവിധാനം വ്യവസ്ഥയാണ്. ചില ഡോക്ടർമാർ പറയും ഇതൊന്നും ചെയ്യാൻ പറ്റില്ല, പ്രശ്നം മനസ്സിലാവും, ടെസ്റ്റൊക്കെ ചെയ്ത് പ്രശ്നം മനസ്സിലായി, ഇതിലൊന്നും ചെയ്യാനില്ല, പ്രത്യേകിച്ച് എവിടെയും പോയിട്ടും കാണില്ല, എന്ത് ചികിത്സയും കാണില്ല, ഇത് ജീവിതകാലം ഫുള്ളിങ്ങനെ കൊണ്ടെടുക്കാൻ പറ്റുള്ളൂ, വേറെ വഴിയൊന്നുമില്ല എന്ന് പറയും. അപ്പം എന്താണ്, അവിടെ ഒരു വ്യവസ്ഥ ഉണ്ട്. ആ വ്യവസ്ഥയെ മറികടക്കാനുള്ള വ്യവസ്ഥ അള്ളാഹ് വെച്ചിട്ടുണ്ട്. പക്ഷെ ആ വ്യവസ്ഥ എന്താണ് എന്ന് കണ്ടെത്താൻ ഇന്ന് വൈദ്യശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞു, അള്ളാഹ് ഇറക്കിയ ഏത് രോഗത്തിനും അള്ളാഹ് ശമനം ഇറക്കിയിട്ടുണ്ട്. അറിയുന്നവർക്ക് അറിയും, അറിയാത്തവർ അറിയാതെ പോകും. അപ്പം അതിനും പ്രശ്നമുണ്ട്. ചികിത്സ ഇല്ലാത്ത രോഗമില്ല, എല്ലാ രോഗത്തിനും ചികിത്സയുണ്ട്. പക്ഷെ എല്ലാ ചികിത്സയും നമുക്കിന്ന് അറിയുമോ? ഇല്ല. യുനാനി പൂർണ്ണമായും തിബ്ബുൻ നബവിയല്ല. യുനാനി കുറേ തിബ്ബുൻ നബവിയാണ്, കുറേ അധികം പിന്നെ സ്ഥിരപ്പെടാത്തത്. തിബ്ബുൻ നബവി എന്ന പേരിൽ സ്ഥിരപ്പെട്ടതിനേക്കാൾ ഏറെ സ്ഥിരപ്പെടാത്ത ഇഷ്ടം പോലെ ഉണ്ട്. അതേപോലെ നബിയുടേതല്ലാത്ത ചികിത്സകളും അതിൻ്റെ മറവിലേക്ക് പലതും കൂട്ടിച്ചേർക്കപ്പെടുന്നുമുണ്ട്. പൊതുവേ പ്രവാചക വൈദ്യം എന്നാണ് പറയാറുള്ളത്. അത് പൂർണ്ണമായും പ്രവാചക വൈദ്യമാണെന്ന് പറയാൻ നമുക്ക് കഴിയില്ല. ആ വിഷയത്തിൽ ഏറ്റവും ഒരു ആധികാരികമായ ഗ്രന്ഥം ഇബ്നു ഖയ്യിമിൻ്റെ കിതാബിനാണ് അത്തിബുൻ നബവി എന്ന പേരിൽ. നബി തങ്ങളുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് സ്വീകാര്യയോഗ്യമായി വന്ന ഹദീസുകളെ മാത്രം വെച്ചുകൊണ്ട് അദ്ദേഹം എഴുതിയ ഗ്രന്ഥമാണ് തിബ്ബുൻ നബവി.